ലീല ടിപ്സ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചമ്മച്ചി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട്. നമുക്കെന്നാ ഏറ്റുമാനൂർ ഉത്സവം കൂടാൻ പോയേക്കാം. അങ്ങനെ നമ്മൾ ഇടുക്കിയുടെ മഞ്ഞും കുളിരും ഒക്കെ വിട്ട് നമ്മൾ ഏറ്റുമാനൂരേക്ക് പോവുകയാണ് കേട്ടോ. ഏറ്റുമാനൂർ നല്ല ചൂടാന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നലെ മിനിങ്ങാന്ന് മഴ പെയ്തല്ലോ. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങോട്ട് നല്ല മഴ പെയ്തു. അതുകൊണ്ട് ഇന്നലെ ഇച്ചിരി ചൂട് കുറവുണ്ടെന്ന്. അച്ഛമ്മ രാവിലെ എങ്ങാണ്ട് പോയിട്ട് 10 മണിയെങ്ങാണ്ടായി തിരിച്ചു വീട്ടിൽ വന്നപ്പോ. ഞാൻ ചോദിച്ചു ചൂടില്ലായിരുന്നു ചോദിച്ചു, പറഞ്ഞു മഴ പെയ്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ കണ്ടോ ഇപ്പോഴും മഞ്ഞായി. ഇന്നലെ ഞാൻ ചെല്ലുമായിരുന്നെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഇന്നലെ മുഴുവനും അതിലേക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അതെന്നാ ഗാനമേള ഉണ്ടായിരുന്നല്ലോ, MG ശ്രീകുമാറിന്റെ. അത് കാണാൻ പോകാനായിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ടല്ലോ ഓർത്തോണ്ടാ വിളിച്ചത്. പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് പോക്കും നടന്നില്ല. അച്ഛമ്മ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അച്ഛമ്മക്ക് പോവാലോ. അതെ അതെ, എന്നെ നോക്കാനാ വർഷത്തിലൊന്നല്ലേ ഉത്സവം വരുന്നത്, അന്നേരം എല്ലാ ദിവസവും നോക്കണം. 10 ദിവസം നമ്മളിവിടെ എങ്ങനെയല്ലായിരുന്നു, ഇവിടെ ഉത്സവം വന്നപ്പോ നമ്മൾ എല്ലാ ദിവസവും വന്നില്ല. അതൊക്കെ നമുക്കൊക്കെ കാണാൻ വേണ്ടിട്ടല്ലേ വെക്കുന്നത്, അന്നേരം എല്ലാ ദിവസവും നോക്കണം. നമ്മള് പുളിയമ്മല എടുക്കാറായി കേട്ടോ. നല്ല റോഡല്ലേ. ഇവിടെ നല്ല രസമാണേ. ഈ ഭാഗം മൊത്തം എപ്പോഴും ഏതാണ്ട് ഇത് ഒരു മഞ്ഞ. രാവിലെ വൈകുന്നേരം അതെ, മഴ പെയ്ത് കഴിഞ്ഞാൽ രാവിലെ അതെ. പുളിയമ്മല ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ്, കയറ്റം കയറി വന്ന നിരപ്പാകുന്ന സ്ഥലമല്ലേ. കട്ടപ്പനയിൽ നിന്ന് കയറി വന്നാലും അതെ, ഇനിയിപ്പം നെടുങ്കണ്ടത്തുനിന്ന് വന്നാലും അതെ, തൂവാലത്തുനിന്ന് വന്നാലും അതെ, എല്ലാം ഹൈറ്റുള്ള ഏരിയ ഈ ഭാഗം വരുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഏലത്തോട്ടങ്ങളാണ് ഇവിടെ അല്ലേ. നല്ല രസമുണ്ട് കാണാനും. ഇതിലെ വരുമ്പം പണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തെ ആ ഒരു ഫീലായി ഇപ്പോഴും. അന്നേരമൊക്കെ ചെള്ള റോഡാടാ ഇതെല്ലാം. നമ്മള് നേരത്തെ തൊളിവിൽ പോകുമ്പം ഇവിടുന്ന് കയറി ലെഫ്റ്റിൽ കൂടെ കിടക്കുന്ന ആ വഴിയായിരുന്നു കയറി പോകുന്നത്. മറ്റേ ചുവപ്പ് കളറിലെ മണ്ണ, പശ പോലത്തെ. മഴ പെയ്ത് കഴിഞ്ഞാൽ അതിലെ വണ്ടിയും പോകത്തില്ല, ജീപ്പ് കയറി പോകുന്ന ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് അച്ചാച്ചൻ നമ്മുടെ കൂടെ അല്ലായിരുന്നു. അപ്പം പുള്ളിയെ നമ്മൾ ഏറ്റുമാനൂർ പോകുന്ന വഴിക്ക് വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് വന്നാൽ, വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ സീൻ കണ്ടോ? എങ്ങനെയുണ്ട്? മൊത്തം മഞ്ഞ്, ഫുള്ള് മഞ്ഞ. തേക്ക് മൂപ്പൊക്കെ മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. ചെറിയൊരു കുരിശുപള്ളിയുണ്ട്, അതൊക്കെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നത്. അവിടുന്ന് വെയിൽ വരുന്നു, അവിടുന്ന് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അങ്ങ് പോയേക്കാം അല്ലേ. ഇത് ഈ മലയോര ഹൈവേയുടെ പണി ഏതാണ്ടെല്ലാം പൂർത്തിയായി കേട്ടോ. അപ്പം ഈ കട്ടപ്പന മുതൽ, ശരിക്കും പറഞ്ഞാൽ കട്ടപ്പന മുതൽ കുട്ടിക്കാനം വരെ വണ്ടി ഓടിയെത്താൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ റോഡ് വർക്ക് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ. ഇപ്പം എങ്ങനെയുണ്ട് യാത്രകളൊക്കെ ഇവിടുത്തെ? നല്ല റോഡ് സൈഡുകളും കാണാൻ നല്ല ഭംഗിയാ, റോഡും കാണാൻ നല്ല അല്ലേ. വണ്ടി നല്ലപോലെ, കുറച്ച് വളവുകളൊക്കെ ഉണ്ട്, അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഓർത്തിട്ടില്ലെങ്കിലും നല്ല വീതിയായി വഴിക്ക്. അതുപോലെ തന്നെ കട്ടപ്പനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴി ഇതുപോലെ വരുന്ന കൊള്ളായിരുന്നല്ലേ. കട്ടപ്പനയിൽ നിന്ന് കമ്പംമെട്ടിനുള്ളതാണ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആഴ്ച ആക്കാന്ന്. ഇതൊന്നും നേരത്തെ പറയണ്ടായിരുന്നോ? ഇത്ര താമസിച്ച എന്തിനാ? നല്ല ഈ തേയില നിക്കുന്ന കണ്ടാലേ അകലേന്ന് നോക്കി നല്ല നിരപ്പാണെങ്കിലേ ചെടി വെട്ടി നിർത്തിയേക്കുന്ന പോലെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ നല്ല വെട്ടി അവര് ഈ കൊളുന്ത് വളർന്ന് വരുമ്പം ചെറിയ എല്ലാം അന്നേരം വെട്ടുന്നല്ല, ഇലഞ്ഞുള്ളി എടുക്കുന്നതാ. അതൊരിപ്പോ ഒരു പുതിയ മെഷീൻ ഉണ്ട്, ആ സാധനം വെച്ച് അങ്ങോട്ട് വെട്ടുക. നേരത്തെ നുള്ളുമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ആദ്യം നുള്ളുമായിരുന്നു, അത് കഴിഞ്ഞ് കത്രികയായി. പിന്നെ ഇപ്പൊ ഒരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വിജനമായ വാഗമണ്ണ് കാണുന്നല്ലേ. രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ആളാവും. അല്ല എന്ന് വന്നാലും ഇവിടെ എത്ര സമയം കഴിഞ്ഞാൽ നമ്മളൊന്ന് കടന്നു പോകുന്നത്. വഴി ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എപ്പോ വന്നാലും. വാഗമണ്ണിന്റെ പച്ചപ്പെല്ലാം പോയി, വെയിലല്ലേ, അപ്പൊ മുട്ടക്കുന്നെല്ലാം ഉണങ്ങി കരിഞ്ഞു, പച്ച വിരിച്ച് നിന്നത് ഇപ്പൊ എല്ലാം ഇപ്പൊ വെയിലുമാണ്. പിന്നെ പരീക്ഷാ സമയമൊക്കെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ല ഒരിടത്തും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മാർച്ച് ഒന്ന് കഴിയുമ്പോ ഇവിടെ എല്ലാം നല്ല തിരക്കാവും. പരീക്ഷ ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ആളിറങ്ങാൻ തുടങ്ങും. അതെ, നല്ല തിരക്കാവും. വെക്കേഷൻ അല്ലേ. പിന്നെ നമ്മള് വലത്തോട്ട് തിരിഞ്ഞ് വാഗമൺ ടൗണിലോട്ട് പോകുന്ന വഴിക്ക് പോയിട്ട് നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് ചാടാം. നമ്മൾ അതിലേ വന്നാലും വാഗമൺ ടൗൺ വഴി വരുന്നില്ലല്ലേ. ടൗൺ വഴി വരുന്നത് നമ്മൾ ഉപ്പുതറ വഴി വരുന്ന വഴിയില്ലേ, ഉപ്പുതറയിൽ നിന്ന് വളകോട് വഴി കയറിയിട്ട് നമ്മൾ വരുന്ന വഴിയുണ്ട്. ആ വഴി വരുവാണെങ്കിൽ ടൗൺ പാസ്സായ വരാൻ പറ്റും.
ഇതിലെ നമ്മൾ കരിന്തിരി വഴി കയറി 4 മൈലിയും തിരിയല്ലേ. 4 മൈലിൽ നിന്നൊക്കെ തിരിഞ്ഞ് വന്നാൽ നമ്മൾ വളവൻ ടൗണിൽ പോകുന്നില്ല. നമ്മൾ നേരെ മൊട്ടക്കുന്നിൻ്റെ അതിലെ വന്ന് കയറി പോരുവാ ചെയ്യുന്നത്. ടൗണിലോട്ട് പോകണമെങ്കിൽ ഇനി അതിൽ അങ്ങോട്ട് പോകണോ? ഇനി ഈ വഴി നേരെ ചെന്നിട്ട് നമുക്ക് ടൗണിലേക്ക് കയറിപ്പാം. ഈ വാഗമൺ എന്തേലും ഏരിയയിലല്ലേ? പിന്നെ അത് കണ്ടില്ല, അത് ആ പാറയൊക്കെ കണ്ടോ, അതൊക്കെ തങ്ങൾ പാറയൊക്കെയാ കാണുന്നത്. ഇന്ന് മൊത്തത്തിലൊരു മൂടിയ കാലാവസ്ഥയാ. ഏറ്റവും ഒക്കെ മഴ പെയ്യാനുള്ള ലക്ഷണത്തിലാണെന്നാ പറഞ്ഞത്. എല്ലായിടത്തും അത് വന്ന വഴി മൊത്തം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. എന്താണേലും നമുക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് ഇറങ്ങുന്നതിന് മുന്നേ ചെല്ലാം. ആറാട്ട് സദ്യ ഇല്ലേ? ആറാട്ട് സദ്യ കഴിക്കണം. ആറാട്ട് സദ്യ കഴിക്കണം. ഇന്ന് ഫുൾ അമ്പലത്തിലാട്ടോ. ഓക്കെ. പോകുന്ന വഴി എവിടെയെങ്കിലും കാപ്പി കുടിച്ചിട്ട് പോകാം. എന്നാന്നറിയോ, സദ്യക്ക് ചിലപ്പോ കൊറേ സമയം ക്യൂ നിൽക്കേണ്ടി വരും. ഈ വഴി ഇതുവരെ ശരിയായില്ല കേട്ടോ. ഇല്ല, എന്തേരം ആളുകൾ വന്നു പോകുന്ന വഴിയല്ലേ. ടൂറിസ്റ്റുകൾ നേരെ വരുന്ന അതിന് വെക്കേഷൻ ഒക്കെ ആകുമ്പോഴൊക്കെ അതിന് മുമ്പേ ഒന്ന് ശരിയാക്കുമായിരുന്നെങ്കിൽ. വെറുതെ വഴിയെല്ലാം മൊത്തം പോയി കിടക്കാം. ഇത് കണ്ടോ, പഴയ കാലത്തെ ഒരു കരിങ്കൽ ഭിത്തി കണ്ടോ. പണ്ട് ഇത് കട്ടയൊന്നും ഇല്ലായിരുന്ന കാലത്തെ കല്ലുകൊണ്ട് തന്നെയല്ലേ കെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്ത് നല്ല ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബംഗ്ലാവാന്ന് തോന്നുന്നു. അതൊക്കെ ചിലപ്പം തേയില എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെ ആയിരിക്കും. പിള്ളേരൊക്കെ ടൂർ വന്നാന്ന് തോന്നുന്നു. അതെ. വീടിന്റെ വണ്ടിയുടെ മേളിലൊക്കെ കയറി നിൽക്കുന്നു. ഡാൻസ് കളിക്കാൻ കയറിയതാ. എന്തേരം ഹൈറ്റിലോട്ടാന്ന് നോക്കിയാ മല കിടക്കുന്നത്. അതിന്റെ നടുക്കൂടെ വഴിയും വെട്ടി. അതെ. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞ ഏറ്റുമാനൂർ എന്തേരം ദൂരെ അല്ലേ? 120 കിലോമീറ്റർ ദൂരം കാണും. ആണോ? കുറച്ചു നാളായല്ലോ ഇവൻ ചാടാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. അവൻ ആരാ, പുലിയാണോ സിംഹമാണോ? അതാണ് ജാഗ്വാർ. ജാഗ്വാറിനെ കണ്ടോ? പക്ഷെ അത് ആ ഉണ്ടാക്കി വെച്ച കഴിഞ്ഞ പിന്നെ അതിനെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടോ പെയിന്റ് ചെയ്തിട്ടോ ഒന്നുമില്ല, അതേപടി ഇരിക്കുക. വാല് കണ്ടോ, എന്നെ വലുപ്പം അല്ലേ? അപ്പൊ നമ്മള് പാല എല്ലാം കഴിഞ്ഞ് നമ്മള് ഭരണങ്ങാനമായി കേട്ടോ. എനിക്ക് വിശക്കുന്നോ? അമ്പലത്തിൽ ചെന്ന് കയറി കഴിക്കാൻ ഇനി അവിടുത്തെ ആറാട്ട് സദ്യ കഴിച്ചാ മതി. ഇല്ല, കാപ്പി ഒരു ദിവസം കുടിച്ചില്ലേലും കുഴപ്പമില്ല. അതുപോലെ മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നു. മിക്കവാറും മഴയ്ക്കുള്ള ഒരു ലക്ഷണമാണ് കേട്ടോ കാണിക്കുന്നേ. ഇത് ഫുള്ള് മഴയ്ക്കുള്ള ഒരു ലക്ഷണത്തിലാണ് പോകുന്നത്. ഇങ്ങനെ നിന്നാ മതി, പെയ്യണ്ടേ? നാളെ പെയ്താ മതി. അപ്പൊ ആറാട്ടും കൂടെ കഴിഞ്ഞിട്ടില്ല. ആറാട്ടിന്റെ അന്ന് ചിലപ്പോ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആറാട്ടിൻ കഴിയുമ്പോ പെയ്യുന്നു ആണെന്ന് തോന്നുന്നു സാധാരണ അല്ലേ. പാലൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലാവർക്കും വിശന്നല്ലേ. അപ്പൊ എന്റെ വഴക്കിനെ പേടിച്ചിട്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഹോട്ടൽ ശ്രീ ആര്യാസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നാളെ ഒരു പ്രാവശ്യം നമ്മളിവിടെ കയറിയായിരുന്നേ. നമുക്ക് കയറി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂരെത്തി കേട്ടോ. ഏറ്റുമാനൂരെത്തി. നല്ല തിരക്ക്, നല്ലൊരു മഴ കഴിഞ്ഞതായാലും ഇവിടെ കേട്ടോ. നല്ല തിരക്കാ കേട്ടോ. മഴ കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം മഴ തീർന്നപ്പോഴേ ആൾക്കാർ പിന്നെ ഇറങ്ങി അല്ലേ. അതെ, നന്നായിട്ട് പെയ്തെന്ന് തോന്നുന്നേ. കണ്ടിട്ട് നല്ല തിരക്കാ കേട്ടോ. ആളുണ്ട് അവിടെ. എങ്ങനെ ചെന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കാണുക കേട്ടോ. വന്ന വഴിക്ക് ഒരു പേയാൻ പാർക്ക് കണ്ടിട്ടുണ്ട്. അവിടെ ഇടയില്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് അവിടെ കൊണ്ടിടാം അല്ലേ. നോക്കാം. ഇഷ്ടംപോലെ കടകളുണ്ട്. എനിക്ക് സന്തോഷം. അത് കൊള്ളാം, ഇഷ്ടംപോലെ കടകളുണ്ട്. അവിടെ ഒരു പേയാൻ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് മുന്നോട്ട് പോയാൽ അവിടെ ഇപ്പൊ വൈകുന്നേരം നമുക്ക് ഷോപ്പിങ്ങിനും കടയിൽ കൂടെ ഇറങ്ങാനും ഇറങ്ങാം കേട്ടോ. അത് കൊള്ളാം. ഇപ്പൊ എല്ലാം കണ്ട് ഭക്ഷണവും കഴിച്ച്. അതെ, ആറാട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വരാം. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങാം ആദ്യം. അതെ, ആദ്യം തൊഴുതിട്ട് ഇറങ്ങിയിട്ട്. അതെ, ഇഷ്ടം പോലെ ചെടികളും എല്ലാം ഉണ്ട്. ഇവിടെ നോ എൻട്രി ആ കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തിരിക്കാം. ഇറങ്ങാതിരിക്കുമല്ലേ നമുക്ക്. തിരിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കണ്ട ഒരു വഴിയില്ലേ, അവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ ഏറ്റുമാനൂര് അമ്പലത്തിന്റെ അവിടെ ചെന്ന് അവിടെ ഒന്നും വണ്ടി ഇടാൻ ഇടയില്ല കേട്ടോ. അവിടെ നമ്മളൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇതിനിപ്പുറത്ത്.
സ്കൂളിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടായത്. അതെ, ഇവിടെ ഇഷ്ടം പോലെ അവിടെ വന്നു. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അമ്പലത്തിലോട്ട് നടന്നു പോകാം. ആ, മഴ പെയ്തുകൊണ്ട് ഒരു ചൂട് കുറവുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അതെ അതെ അതെ, ഇപ്പൊ ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നോ? നമ്മൾ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ടെങ്ങാണ്ട് മഴ പെയ്താന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെയൊക്കെ ഓർത്ത് ദൈവമേ എങ്ങനെ സഹിക്കും ചൂടാണെങ്കിലും എന്നൊക്കെ അതെ ഓർത്ത. അതെ അതെ, ഏതായാലും മഴ പെയ്തുകൊണ്ടൊരു ഒരു കുഴപ്പമില്ല, ചൂടേ ഇല്ല. ചൂടില്ല, രക്ഷപ്പെട്ടല്ലേ. ആ, അമ്പലത്തിലൊക്കെ കയറിയിട്ട് നമുക്ക് ആറാട്ട സദ്യയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം ഞാൻ കേട്ടോ. കഴിച്ചിട്ട് പോവാം. ഈ ഉത്സവ പറമ്പിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമല്ലേ. മൺചട്ടിയൊക്കെ വേണോ എടുത്തോ? അതെ, ചട്ടി വേണോ? ചട്ടി വേണോ? പോയിട്ട് വരാം. തിരിച്ചു വന്നിട്ട് മതിയോ? നല്ല കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതേ ഉഴുന്നാട ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇഷ്ടം പോലെ ദൈവങ്ങളുടെ പ്രതിമയുണ്ട് കേട്ടോ. എല്ലാ കളറും ഉണ്ടല്ലോ. കളർഫുൾ കൃഷ്ണനാണല്ലോ. കളർഫുൾ ആയിട്ടായിരിക്കുന്നതെല്ലാം. അതിനാണ് ഒരു വാർത്തകൾ. സിന്ദൂരം കണ്ടോ? ഇനി എത്ര കളറല്ലേ തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം അല്ലേ. ചെടികളുടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. റോസിന്റെ എല്ലാം എത്ര റോസ്. ഇതുകൊണ്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അതെ, ഇതൊക്കെ എങ്ങനെ ഇട്ടോണ്ട് നടക്കും? മറ്റേ ആനയുടെ ഒക്കെ കഴുത്തലിടുന്ന പോലെ ചങ്ങല ഇടുന്ന അല്ലേ. കുഞ്ഞിക്കുള്ള പാവ ഇരിക്കുന്നു കേട്ടോ. തത്തമ്മ കണ്ടോ? തത്തമ്മയോ? ആ ശരിയാണല്ലോ, തത്തമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് പൂക്കളം കണ്ടപ്പോ അതിന്റെ ചുറ്റും നടക്കാൻ പോയതുണ്ടോ? ഇതിന്റെ ചുറ്റും നടക്കണേ കുറെ സമയം. എന്നാ വലിയ പൂക്കളം അല്ലേ. അത് കൊള്ളാം കേട്ടോ. നമ്മുടെ മണ്ഡപമൊക്കെ കണ്ടോ നല്ലപോലെ അലങ്കരിച്ച് രാത്രിയിലാകുമ്പോഴേ ഭയങ്കരമായിട്ട് ലൈറ്റാ മൊത്തം. ഇവിടെ ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇത് ഫുള്ള് ആറാട്ട് സദ്യ കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർ. ഈ ലൈൻ ഇങ്ങനെ അങ്ങ് പോയിട്ട് തിരിഞ്ഞ് കറങ്ങി അതുകൊണ്ട് അപ്പുറത്തൂടെ വരുന്നതാണ് കേട്ടോ. അതിലിങ്ങനെ കറങ്ങി വരും. അതിങ്ങനെ വന്ന് നേരെ അതാണ് അന്നദാന മണ്ഡപം. അന്നദാന മണ്ഡപത്തിനകത്തോട്ട് കയറി അതിലെ കഴിച്ചിട്ട് വെളിയിൽ കൂടെ അതിലെ ഒരു സാധനമുണ്ട്, അതിലാണ് ഇറങ്ങി വരുന്നത്. ഈ ക്യൂവിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ ആറാട്ടിനുള്ള ആനകളൊക്കെ നമോ നമ. ഒരുമ്പളം അങ്ങനെ ഉണ്ട്. നല്ല ഒരുമ്പളല്ലേ. ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നനയ്ക്കാനാണോ പരിപാടി? ഉത്സവമായോണ്ട് റോഡ് നന ആണോ? ആനകൾക്ക് കാല് നനച്ചു കൊടുക്കാൻ വേണ്ടി ഒത്തിരി വണ്ടികൾ എടുക്കുന്നുണ്ട്. 3 വണ്ടി എല്ലാം നമ്മുടെ വണ്ടിയാണോ? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വണ്ടിയാ. അപ്പൊ നമ്മള് നനയ്ക്കോ? മൊത്തം നനയ്ക്കുക. ആറാട്ടിറങ്ങുമ്പോ ഒരു പരിപാടിയാ. പിന്നല്ലേ അപ്പൊ ഉത്സവം നമുക്ക് ആഘോഷമാക്കിയത്. ആയിക്കോട്ടെ. ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ വലിയ വണ്ടിയെല്ലാം. വലിയ വണ്ടി ഉണ്ട്. 10,000 ടാങ്കർ ഉണ്ട്. 5,000 നമ്മുടെ 4,000 3 വണ്ടികള്. അതല്ലേ? അങ്ങനെ എല്ലാം കൂടെ. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ അങ്ങ് വരെ മൊത്തത്തിൽ ഇറങ്ങി റോഡല്ല. മൊത്തമില്ല, ഒരു 4 മണി 5 മണി വരെ നനയ്ക്കാനുള്ളത്. കഴിയുമ്പോഴത്തേക്കും ചൂടെല്ലാം കുറയും അല്ലേ? അപ്പൊ ചൂട് കുറയും.
കുറച്ചുപേര് രാവിലെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേനും. ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടേ ആ അവിടെ നിന്ന് ആറാട്ടിൻ്റെ പരിപാടി എല്ലാം കണ്ടു. ആ ആറാട്ടെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നത്. ഉം. ഞങ്ങൾ തിരക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സദ്യ കഴിക്കാനായിട്ട് അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കിനും സദ്യയൊക്കെ സദ്യ തീർന്നു. തീർന്നു. 75,000 പേര് കഴിച്ചെന്ന് പറഞ്ഞു. 75,000 പേര്. ആ. ആ അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ ബാലൻസ് പ്രസാദമായിട്ട് ആ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഓരോ ഉരുള കിട്ടി, അത് അത് കഴിച്ചു. മതി. അത് മതി, പ്രസാദമല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞ അച്ഛമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അച്ഛമ്മ ഞങ്ങൾ രാവിലെ ചോറും കറി ആക്കിയാലും ഞങ്ങൾ വെച്ചു. പിന്നെ കുറച്ച് വേറെ ഇച്ചിരി കറിയും കൂടെ ഒക്കെ വെക്കാന്ന് ഓർത്ത് അരിഞ്ഞൊക്കെ വെച്ച് ഞങ്ങള്. പിന്നെ ഓർത്ത് നിങ്ങൾ സദ്യ കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അത് വെച്ചാൽ അതിന് വെറുതെ ആയിരിക്കും. പിന്നെ എന്നാ വൈകിട്ട് വെക്കാന്ന് പറഞ്ഞ് ഞങ്ങള് വെക്കുന്നത്. പിന്നെ ഏതായാലും അച്ഛമ്മയുടെ കറിയെല്ലാം സൂപ്പറാ കേട്ടോ. രസം നല്ല അടിപൊളിയായിരുന്നു. മോര് കറി സൂപ്പർ. രസം സൂര്യയുടെ ആണോ? രസം, മെഴുക്കുവരട്ടി, തോരന്, അച്ചാറ് എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞ് പിന്നെ കടയിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു ചോദിച്ചു. കടയിലൊക്കെ കയറി ഒരു കടയിലും ചോറില്ല, എല്ലായിടത്തും വെള്ളം മാത്രമാണ്. ആ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിയുടെ ഫുള്ള് എന്നോ തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഇവിടെ തിരക്കായിരുന്നു. 10 ദിവസവും നല്ല തിരക്കായിരുന്നു. ഏതായാലും സദ്യയൊക്കെ എന്ന് ചോറിന് നമുക്കിനി ആറാട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ അങ്ങോട്ട് പോവാം. എന്നാ അങ്ങോട്ട് പോകല്ലേ. അപ്പൊ കഴിച്ചു. പെരുക്കാവിന് വന്നിട്ടുണ്ടോ? ഒരു സാധനമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, രണ്ടുപേരാണോ കൊണ്ടുവരുന്നത്? ചതച്ചോ? എടുക്കുകയില്ലഞ്ഞിട്ടാണോ? അവിടെ വെക്ക്. പച്ചമാങ്ങ നല്ല അടിപൊളി മാങ്ങ വായിക്കടെ വെള്ളം വരുന്നു. എല്ലാം തല്ലിപ്പറിച്ച് പിള്ളേർ മൊത്തം ഉപ്പും മുളകെല്ലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എടുത്ത് കഴിച്ചു. കുഞ്ഞുങ്ങളിക്ക് വേണ്ടടി? ടേസ്റ്റ് ചെയ്തോ? എങ്ങനെയുണ്ട്? ഒരു കഷ്ണം ഇങ്ങ ആണോ? ഒരു കഷ്ണം ഇങ്ങ അന്നേച്ചേ കുറച്ചുകൂടെ നോക്കട്ടെ. മുമ്പത്തെ പോലെ ചുമക്കുമോന്ന് അറിയത്തില്ല, അതാ ഒരു പേടി. ചുമച്ചാലും വേണ്ടില്ല, മാങ്ങ തിന്നുവാണ്. പിന്നെ ഈ മാങ്ങയുടെ ടേസ്റ്റ് വേറെയാ. മുളകും ഉപ്പും ഇഞ്ചി അല്ല ഉള്ളിയും ഒക്കെ ഇട്ട് ചതച്ച് ആണോ? അതിന്റെ കൂടെ മാങ്ങായും കൂടെ കല്ലിലിട്ട് ചതച്ചതാണ്. അവന്മാര് ബോള് കളിച്ച് പറിച്ച മാങ്ങ. രണ്ടുപേര് റൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, ക്ഷീണിച്ച്. അത് ശരി. എടുത്തോ? എവിടെ വരെ പോയി? എവിടെയൊക്കെയോ പോയി. വന്നപ്പം പോയതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോ പോകാൻ നേരം എവിടെ നിൽക്ക് നോക്കി എടുത്താ മതി. ഇനിയിപ്പോ നമ്മള് ആറാട്ട് അവരെല്ലാം അങ്ങോട്ട് ആറാട്ട് കൂടാനായിട്ട് പോകുന്നു. ഉറക്കമില്ല കേട്ടോ. എന്നാ ശിവരാത്രി നമുക്കൊരു ഫുള്ള് രാത്രി മൊത്തം 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പോവാം. അപ്പൊ ആന്റിയമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവര് വന്നു കഴിയുമ്പോ നമുക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിള്ളേർ മുഴുവൻ പറമ്പിൽ കൂടെ ചാട്ടവും മറിച്ചിലുമായിട്ട് അങ്ങ് പൊക്കോളും. കാളിയും ചീരിയും മറിച്ചിലും വല്ലപ്പോഴും അല്ലേ വരുന്ന സമയത്ത് ഇതാ കളി. അച്ഛമ്മയുടെ പ്ലാവേല ചക്കയാ, അത് വിളഞ്ഞിട്ടൊന്നുമില്ല. മാങ്ങയില്ല, ഈ മാങ്ങ എല്ലാ യുവമാരും ഉണ്ടോ ബോൾ കൊണ്ട് എറിഞ്ഞ് പറിച്ചാ കേട്ടോ. കണ്ടോ? അതെ, ചാമ്പയ്ക്ക തിന്നാനാന്നൊക്കെയാ പറയുന്നത്. മൊത്തം പറിച്ച് എത്ര എണ്ണം ഉണ്ടാ?
തിരിച്ചു വരാറായി കേട്ടോ. ഇപ്പം നമ്മൾ ആറാട്ട് എതിരേൽപ്പ് കൊണ്ടാകത്തിൻ്റെ അങ്ങോട്ടാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴപ്പൊന്നാന എല്ലാം കൂടെ വരും. ഏറ്റവും മാനൂരപ്പൻ തിരിച്ചു വരുമ്പോഴേക്ക് സ്വീകരിച്ചുകൊണ്ട് പോകാനായിട്ട് തിരക്കായി കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്കിനുമേ സമയം 5 മണി ആകാറായി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വരും. ഇത്തവണ താമസിച്ചാണ് പോയത്, അതുകൊണ്ട് താമസിച്ചേ തിരിച്ചു വരത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടി ഇടാൻ സൗകര്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് വരാം കേട്ടോ. നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്തെടുത്ത് തന്നെ എങ്ങാനുമേ അച്ഛമ്മേ വരാം. ഇവിടെ എവിടാ അച്ഛമ്മ വണ്ടിയൊക്കെ ഇടുന്നേ? സ്കൂളിന്റെ അവിടെ എവിടെയും ഇന്നലെ ഇട്ട പോലെ അവിടെ കൊണ്ട് ഇടാല്ലേ? കൊണ്ടിട്ടിട്ട് വരാം. ഓ ഇതിലെ ബ്ലോക്കാ, അങ്ങോട്ട് കയറ്റി വിടുക കേട്ടോ. ഇവിടെയാണ് സ്വീകരണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്പുറത്ത് എവിടെയെങ്കിലും വണ്ടി ഇടാം, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കും. ഞങ്ങളിവിടെ ഇറങ്ങി നിൽക്കാവേ. ഇവിടെ നിന്ന് നല്ല തിരക്കായിരിക്കും ഇനിയിപ്പോൾ. എങ്ങനെയുണ്ടായിരുന്നു ഉത്സവമൊക്കെ? ഉത്സവമൊക്കെ ഇപ്രാവശ്യം എന്നാണെങ്കിലും നല്ല പോലെ എല്ലാം കൂടാൻ പറ്റി, കാണാൻ പറ്റിയല്ലേ? എല്ലാം കൂടി അതെ, എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടി നല്ല അടിപൊളിയായിട്ട് ഉത്സവം കൂടി കാണുന്നത് അല്ലേ? അതാ പറഞ്ഞത്, അതിനെല്ലാം ഒരു സമയമുണ്ട്, ആ സമയത്തേ നടക്കത്തുള്ളൂ. കൊടിയിറക്കം കഴിഞ്ഞു. അതെ പരിപാടികളെല്ലാം കണ്ടു. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.